ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. മഴ മുന്നറിയിപ്പ് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു ഈ മഴ പോയി എന്നൊന്നും വിചാരിച്ച് ആശ്വസിക്കാനുള്ള സമയമായിട്ടില്ല. മഴ മുന്നറിയിപ്പ് 8 ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ്. മറ്റൊന്ന് യോഗേഷ് ഗുപ്ത ഇന്നിപ്പോൾ ചുമതലയേൽക്കുകയാണ് വിജിലൻസ് മേധാവിയായി. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെയുണ്ട്. ഒപ്പം തന്നെ ബംഗാളിലെ PG വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഇന്ന് പ്രതിഷേധിക്കുമെന്നുള്ള വാർത്തകളൊക്കെയുണ്ട്. എന്തായാലും ആഷിഖ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ആഷിഖ്. ആഷിഖ്, ധാരാളം വാർത്തകളുള്ള, ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന വാർത്തകളുള്ള ദിവസമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ വാർത്തകളാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ജിൽസി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയേണ്ടത് പുതിയ വിജിലൻസ് മേധാവിയുടെ സ്ഥാനമേൽക്കലാണ്. ADGP യോഗേഷ് ഗുപ്ത ഇന്ന് വിജിലൻസ് മേധാവിയായി സ്ഥാനമേൽക്കും. മുൻപത്തെ DGP TK വിനോദ് കുമാർ സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ മേധാവി വിജിലൻസിന് ഉണ്ടാകുന്നത്. TK വിനോദ് കുമാർ അവധിയെടുത്ത് വിദേശത്ത് പഠിപ്പിക്കാൻ പോയ പശ്ചാത്തലത്തിലാണ് പുതിയ ADGPയെ ഈ വിജിലൻസ് നേതൃത്വത്തിലേക്ക് സർക്കാർ നിയമിക്കുന്നത്. 1993 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത. മുൻപ് ബിവറേജസ് കോർപ്പറേഷന്റെ അടക്കം CMD ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഏതായാലും ഇന്ന് പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിജിലൻസിന്റെ ചുമതല ഈ യോഗേഷ് ഗുപ്ത ഏറ്റെടുക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസിന്റെ തലപ്പത്തടക്കം വലിയ അഴിച്ചുപണി സർക്കാർ നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ അതെങ്ങനെ ഫലപ്രദമായി പ്രയോഗിക്കപ്പെടും, ഈ പുതിയ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടുക്കിക്കൊണ്ടുണ്ടായ ബംഗാളിലെ ഒരു PG മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളുമാണ്. രാജ്യമൊട്ടാകെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലാണ്. സംസ്ഥാനത്തും അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഇന്ന് 10:30 അതത് ഹോസ്പിറ്റലുകളിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഈ വിഷയത്തിൽ, ഈ PG വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമൊരുക്കും എന്ന ഒരു സംഭവം കൂടിയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനം പറയേണ്ടതുമായ കാര്യം മഴയുടെ കാര്യം തന്നെയാണ്. കാലാവസ്ഥ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു, സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്നു. ഈ ഇടക്കാലത്ത് കഴിഞ്ഞ 2-3 ദിവസമായി മഴയൊന്ന് മാറി നിന്നെങ്കിലും വീണ്ടും വരും ദിവസങ്ങളിലും ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. മധ്യ കേരളത്തിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് വടക്കൻ കേരളത്തിലും ഉണ്ട്. ഏതായാലും മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനുമൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ജാഗ്രത സ്വീകരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീരപ്രദേശത്തുള്ളവരോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിലേക്ക് പോകുന്നതിനും മറ്റും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കും. മറ്റു വാർത്തകളും തിരുവനന്തപുരത്ത് നിന്ന് ഇന്നുണ്ടാകും. ജിൽസി.